ഭക്ഷണവും കിടക്കാൻ ഒരു പായി തന്നു കഴിഞ്ഞാൽ ക്യാരക്ടർ കിട്ടുന്ന ഒരു കഥാപാത്രമാണ് രജിത്തേട്ടൻ. കാസ്റ്റിംഗ് ഡയറക്ടർ രജിത്തേട്ടനാണല്ലോ. അപ്പൊ തീർച്ചയായും ഒരു നായികനെ സ്വന്തമായിട്ട് കാസ്റ്റ് ചെയ്ത് നയൻതാരയുടെ നയൻതാര കിട്ടിയ കൊള്ളാം. അതായത് കൃഷ്ണപ്രസാദ് അച്ഛൻ അപ്പൂപ്പൻ. ഓരോരുത്തരുടെ ഏജിൽ അനുസരിച്ച് എന്നെ ഓർക്കും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പണ്ടത്തെ അയലത്തുദ്ദേഹം തൊട്ട് വേനക്കിനാവുള്ളൂ അങ്ങനെയൊക്കെ വരുന്ന സമയത്ത് പിന്നെ കുറേ ക്ഷമയുണ്ട്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് തോന്നുന്നു സ്ത്രീകൾ ഈ മേഖലയിൽ വരണം എന്നാണ് എൻ്റെ ഒരു ഹായ് ഹലോ, വെൽക്കം ടു സെലലോയിഡ് ആൻഡ് ഇറ്റ്സ് മീ നിമിഷാറാം. ഇന്ന് നമ്മുടെ കൂടെ ആലി എന്ന മൂവിയുടെ ക്രൂ മെമ്പേഴ്സ് ആണ് ഗസ്റ്റായിട്ട് എത്തിയിട്ടുള്ളത്. നമസ്കാരം. എല്ലാവരും സുഖമായിരിക്കുന്നു? മഴയല്ലേ, എന്നാലും കുഴപ്പമില്ല. മഴ ഇപ്പൊ നല്ല സുഖമല്ലേ, തണുപ്പൊക്കെ അല്ലേ. ആരും നിന്നാ തുടങ്ങാണ്? ഫസ്റ്റ് തന്നെ കൃഷ്ണ ചേച്ചി ഇതിലെ ഡയറക്ടറാണ്. പറയൂ ആലിയെ പറ്റി. ആലി ഒരു കുടുംബ ചിത്രമാണ്. അതുപോലെ റൊമാൻസ്, കുറച്ച് ത്രില്ലിങ് തിങ്സ് ഒക്കെ ഉണ്ട്. പിന്നെ സമൂഹത്തിന് വേണ്ടതാണെന്ന് തോന്നുന്നു ഇപ്പോഴത്തെ സമയത്ത്. സമൂഹത്തിന് ടീനേജേഴ്സിനെയൊക്കെ ഒന്ന് അറിഞ്ഞിരിക്കേണ്ട വിഷയം നമ്മുടെ സിനിമയിലുണ്ട്. അപ്പോൾ എല്ലാവരും വന്ന് കാര്യം ഉപദേശമോ അങ്ങനത്തെ ഒന്നുമല്ല. അപ്പോൾ കോൺസിക്വൻസസ്, നമ്മളൊരു ലൈഫിലൊരു തീരുമാനം എടുക്കുമ്പം എന്തൊക്കെ കോൺസിക്വൻസസ് വരും എന്നുള്ളത് ചിലപ്പോൾ അവർക്ക് അറിവുണ്ടാവില്ല. അത് നമ്മുടെ സിനിമ കണ്ടു കഴിഞ്ഞാൽ അവർക്കൊരു ചെറിയൊരു അറിവ് കിട്ടും. പിന്നെ അവർക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്ന നല്ല റൊമാൻറ്റിക് സോങ്സ് ഉണ്ട്, പാടി നടക്കാൻ പറ്റുന്ന. ഇപ്പോഴത്തെ ട്രെൻഡി സോങ്സ് ഒരെണ്ണേ ഉള്ളൂ നമ്മൾ കൊടുത്തിട്ടുള്ളൂ. അതായത് ജെൻസി സോങ് എന്ന് പറഞ്ഞാൽ തട്ടുപൊളിയൻ തല്ല്, അങ്ങനെ ഒരു സോങ് ഉണ്ട്, അതൊരെണ്ണം. ബാക്കിയെല്ലാം കുറച്ച് മെലഡീസ് ആയിട്ടുള്ള ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സോങ്സ് ആണ്. ഇതിന് മുമ്പ് ഒരു ഫിലിം ചെയ്തു, ഒരു മലയാളം ഫിലിം ചെയ്തു. ഇത് നമ്മൾ തമിഴും മലയാളം കൂടെയാണ്. മലയാളം മാത്രമായിട്ട് ചെയ്തിട്ടുണ്ട്. ഒരു ശ്രീലങ്കൻ സുന്ദരിൻ്റെ അബുദാബി എന്ന് പറഞ്ഞിട്ട്. ഒരു പെൺകുട്ടി അല്ലെങ്കിൽ സ്ത്രീ ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ഒരു പ്രത്യേകത എന്തായാലും ഫിലിമിൽ കാണാൻ സാധിക്കുമെന്ന് വിചാരിക്കുന്നു. തീർച്ചയായിട്ടും സ്ത്രീകൾക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. സ്ത്രീകൾ ഭയങ്കര ക്രിയേറ്റീവാണ്. അതെ. പിന്നെ കുറേ ക്ഷമയുണ്ട്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് തോന്നുന്നു സ്ത്രീകൾ ഈ മേഖലയിൽ വരണം എന്നാണ് എൻ്റെ ഒരു നമ്മുടെ എല്ലാവരുടെയും ആഗ്രഹം തന്നെയാണ് അല്ലേ. കൃഷ്ണപ്രസാദായിട്ടോട് വരികയാണെങ്കിൽ നമ്മൾ പണ്ട് തൊട്ടേ ചെറുപ്പം തൊട്ടേ കാണുമ്പോഴേ എനിക്ക് എപ്പോഴും ഏതാണെന്നറിയോ, നമ്മുടെ ഈ കല്യാണ വീട്ടിലെ ഒരു സീനാണ് എനിക്ക് ഫസ്റ്റ് ഇന്ന് കണ്ടപ്പോൾ തന്നെ ആദ്യം ഓർമ്മ വന്നത്. ദിലീപേട്ടന്റെ കൂടെയുള്ള കോംബോയും എന്തായിരുന്നു, മീനത്തിൽ താലികെട്ട്. എനിക്ക് അതാണ് ഇനീഷ്യലി ഓർമ്മ വന്നത്. ഇന്നും ചേട്ടനെ കാണുമ്പോൾ എല്ലാവരും ഓർക്കുന്ന കഥാപാത്രം ഏതായിട്ടാണ് തോന്നിയത്? ഓരോരുത്തരുടെ ഏജിൽ അനുസരിച്ച് എന്നെ ഓർക്കും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പണ്ടത്തെ അയലത്തുദ്ദേഹം തൊട്ട് വേനക്കിനാവുള്ളൂ അങ്ങനെയൊക്കെ വരുന്ന സമയത്ത് ആ ഒരു കാലഘട്ടങ്ങളിലെ ആൾക്കാരൊക്കെ ഇപ്പോഴും അങ്ങനെ തന്നെയാണ് ചിന്തിക്കുന്നത്. ഈ പറഞ്ഞ പോലെ മീനത്തിൽ താലികെട്ട് തൊട്ട് അമ്മായിമ്മ അങ്ങനെ ഒരു ഗ്രൂപ്പുണ്ട്. എന്തായാലും ലാസ്റ്റ് ഇപ്പം വാഴ എന്ന് പറഞ്ഞ ഒരു പടത്തിൽ വന്നപ്പോൾ അതൊരു വലിയ ഒരു അല്ലേ, തീർച്ചയായും എല്ലാവർക്കും നമ്മുടെ ജെൻസി എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു. പിന്നെ എന്നിൽ നിന്ന് പ്രതീക്ഷിക്കാത്തൊരു ക്യാരക്ടറാണ്. ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ലാത്തൊരു ക്യാരക്ടറാണ്. അപ്പോൾ അത് വളരെ പുതിയ ജനറേഷനുള്ളവർക്കും എന്നെ സ്വീകാര്യനാക്കിയത് ആ പടമാണ്. അപ്പോൾ അതോടൊപ്പമാണ് ഇപ്പം ഞങ്ങൾ ഈ ആലി എന്ന് പറഞ്ഞ പടം വരാൻ പോകുന്നത്. അത് ഒരു ഓണക്കാലത്ത്, ശരിക്കും പറഞ്ഞാൽ ഓണത്തിന് നമ്മൾ എന്താ പറയുക, കുടുംബാംഗങ്ങളെല്ലാം കൂടെ ഒരുമിക്കുക, എല്ലാവരും കൂടെ ഒരുമിച്ചിരുന്ന് സദ്യ കഴിക്കുക എന്നൊക്കെ പറയുന്നത്, ആ ഒരു സുഖമായിരിക്കും ഈ പടം കാണുമ്പോൾ എല്ലാവർക്കും തോന്നുന്നത്. വലിയ പടങ്ങളുടെയും വലിയ ബഹളത്തിൻ്റെ ഇടയിൽ ഞങ്ങളുടെ ഒരു ചെറിയ പടം വളരെ എന്താ പറയുക, ലവബിളായിട്ടുള്ള ഒരു വളരെ ഫാമിലി എൻ്റർടൈനറായിട്ടുള്ള ഒരു പടമായിരിക്കും. തീർച്ചയായിട്ടും ആലി അങ്ങനത്തെ ഒരു പടമായിരിക്കും. അത് ഒരു സൈഡിൽ കൂടെ ഞങ്ങൾ വിജയം തേടാൻ സാധിക്കുമെന്നാണ് ഞങ്ങളുടെ വിശ്വാസം. അതെ. ജെൻസികൾ പറയുന്ന പെപ്പി എന്ന് അങ്ങനെയല്ലേ പറയുന്നത് നിങ്ങൾ? പെപ്പി അങ്ങനെ എന്തൊരു വേർഡ്സ് അല്ലേ, സോഫ്റ്റ് ബ്യൂട്ടിഫുൾ. അതാ സാറ് ഉദ്ദേശിച്ചിരിക്കുന്നത്. വളരെ കുഞ്ഞ് നല്ല ക്യൂട്ട് എന്ന് പറയല്ലേ, അങ്ങനത്തെ ഒരു മൂവിയാണ്. ഓക്കെ, ഇനി തിരിച്ച് ഇതിലോട്ട് വരാണല്ലേ. ചേച്ചിന്ന് വിളിക്കണോ? സത്യം പറഞ്ഞാൽ കണ്ടിട്ട് ഭയങ്കര യങ്ങായിട്ട് തോന്നി. ഞാൻ പറഞ്ഞു, നമ്മൾക്ക് ഈ അമ്മ വേഷവും ഈ പ്രിൻസിലൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളത് ആ നായികയുടെ വൺ ഓഫ് ദ ഹീറോയിന്റെ അമ്മയായിട്ടാണ് അല്ലേ. ബട്ട് സ്റ്റിൽ നമ്മുടെ ദിലീപേട്ടന്റെ പേരായിട്ടൊക്കെ തന്നെയാണ് നമ്മൾ കണക്കാക്കിയത്. പക്ഷെ ഡെർലി കാണുമ്പോഴേക്ക് ഭയങ്കര യങ്ങാണ്. എല്ലാരും പറഞ്ഞിട്ടുണ്ടോ? തീർച്ചയായിട്ടും എല്ലാരും പറയാറുണ്ട്. അപ്പോഴൊക്കെ അപ്പൊ അമ്മ വേഷം ചെയ്യുമ്പോൾ സത്യത്തിൽ ഇങ്ങനെ എന്താ പറയാ, വിഷമാണോ തോന്നാറ്?
സന്തോഷമാണ് നമുക്ക് തോന്നാറില്ല. നല്ലൊരു കഥാപാത്രം ചെയ്യാന്നുള്ളത്, അത് അമ്മയാണോ ചേച്ചിയാണോ എന്നുള്ളതല്ല, അത് നമ്മൾ ചെയ്യുന്ന കഥാപാത്രം ഏതായാലും എല്ലാവരുടെയും മനസ്സിൽ ഇതേപോലെ ഉണ്ടാവണം. ഇപ്പൊ നിങ്ങൾ ജെസ്സി മമ്മീനെ എങ്ങനെ ആക്സെപ്റ്റ് ചെയ്തു, അതുപോലെ വാഴാട്ടൂലത്തെ അമ്മേനെ എങ്ങനെ ആക്സെപ്റ്റ് ചെയ്തു, അതുപോലെ എല്ലാവരുടെയും മനസ്സിൽ തങ്ങി വെക്കണ ഒരു വേഷമായിരിക്കണം എന്ന് മാത്രമേ നമ്മൾ ചെയ്യുമ്പോഴുള്ളൂ. അതുപോലെ തന്നെ ഈ ആലി എന്നുള്ള സിനിമയിലത്തെ ഒരു അമ്മ വേഷം തന്നെ ഞാൻ ചെയ്തിരിക്കുന്നത്. ആ Again അമ്മ. Again അമ്മ. നായികയുടെ അമ്മയും അച്ഛനുമാണ്. അച്ഛനാണ്. അതെ ഞങ്ങളെ പരിചയപ്പെടുത്തി. അതാണ് ഞങ്ങള് കുറച്ചുകൂടെ പറഞ്ഞത്. അതെ. ഒരു ഭാര്യയും ഭർത്താവുമായി കഴിഞ്ഞു. ഓക്കെ, അപ്പൊ എല്ലാം സീനിയർ ക്യാരക്ടറാണ്, ഒരു കണക്കിന് ഭാഗ്യാണല്ലേ? തീർച്ചയായിട്ടും. സീനിയർ ലത ചെയ്തിരിക്കുന്ന ആൾക്കാരുടെ കാര്യമാണോ പറഞ്ഞത്? അതെ, ഇതുവരെ ചെയ്ത കഥാപാത്രം ഒക്കെ ഒരു സീനിയർ കഥാപാത്രമാണ്. അപ്പൊ ഇതിലെ അമ്മ എങ്ങനെയാണ്? ജെസ്സി മമ്മീനെ പോലെ? ജെസ്സി മമ്മിയെ പോലെയല്ല, ഭർത്താവ് ഇവിടെ ഇരിക്കുന്നുണ്ടല്ലോ. ജെസ്സി മമ്മിയെ പോലെയല്ല, പക്ഷെ ഈ അമ്മ നിങ്ങളുടെയൊക്കെ വീട്ടിലുള്ള ഒരു അമ്മ തന്നെയാണ്. എല്ലാ എന്താ പറയുക, ഒരു പെൺകുട്ടി ഉണ്ടെന്ന് വെച്ചാൽ ഒരു അമ്മയ്ക്ക് എന്തൊക്കെ വേവലാതികൾ ഉണ്ടാവും, അതൊക്കെ ഈ അമ്മയ്ക്കുണ്ട്. പ്രത്യേകിച്ചും ആ മോൾക്ക് ഒരു പ്രണയം ഉണ്ട് എന്നൊരു ഡൗട്ട് തോന്നിയിട്ടുണ്ടെന്ന് വെച്ചാൽ എങ്ങനെയുണ്ട്, അങ്ങനെയുള്ള ഒരുപാട് സന്തോഷമുള്ള പണ്ടത്തെ ടോക്സിക് മമ്മിയാണോ? അങ്ങനെ കുറച്ചൊക്കെ അങ്ങനെയാണ്. എന്ന് വെച്ചാൽ അത് ഒരു പെൺകുട്ടിയുടെ അമ്മയായാൽ തന്നെ മനസ്സിലാവുള്ളൂ, അത്ര ടെൻഷൻ അങ്ങനെയുള്ളൂ. പക്ഷെ നല്ലൊരു ഫാമിലി മൂവിയാണ്, നല്ലൊരു ഫാമിലി എന്റർടൈനർ ആണ്. അതിൽ എല്ലാവിധ സന്തോഷമുണ്ട്, സങ്കടങ്ങളുണ്ട്, ഒരു വീട്ടിലുണ്ടാവുന്ന എല്ലാ ചേരുവകളും അതിലുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന നല്ല ഉറപ്പുണ്ട്. ഭർത്താവിനെയും ഭാര്യയും ലേക്ക് വരുമ്പോ നമ്മൾ ഒരുപാട് ഇപ്പൊ എന്താ പറയാ, ഒരുപാട് മൂവീസിലായി അടുപ്പിച്ച് കാണുന്നു അല്ലെ? എനിക്ക് തോന്നുന്നു ഞാൻ ഇന്റർവ്യൂ ചെയ്തതിന് ശേഷം രജിത്തേട്ടന് ഈ ഭക്ഷണവും കിടക്കാൻ ഒരു പായ തന്നു കഴിഞ്ഞാൽ ക്യാരക്ടർ കിട്ടുന്ന ഒരു കഥാപാത്രമാണ് രജിത്തേട്ടൻ. മനസ്സിലായത്? ആ തരത്തിലാവുമ്പോഴത്തേക്ക് ഈ പാവപ്പെട്ട പ്രൊഡ്യൂസർമാര്, മിഡിൽ ക്ലാസ് പ്രൊഡ്യൂസർമാര്, ലോ ബഡ്ജറ്റുകാരുടെ ഒരു പ്രിയപ്പെട്ടവൻ, അത്രേ ഉള്ളൂ. അല്ലാതെ വലിയ ആൾക്കാരൊന്നും നമ്മളെ അങ്ങോട്ട് എടുത്തു തുടങ്ങിയിട്ടില്ല. അവർ എടുക്കാതിരിക്കുകയോ ചെയ്യട്ടെ. നമ്മളെ ഏൽപ്പിക്കുന്ന പണി പക്ക പെർഫെക്റ്റ് ആയിട്ട് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ആലി എന്ന് പറയുന്ന സിനിമ എന്നെ സംബന്ധിച്ച് വളരെയേറെ പ്രതീക്ഷയോടുകൂടി ഞാൻ കാത്തിരിക്കുന്ന ഒരു സിനിമയാണ്. കാരണം ഞാൻ 4 സിനിമകളുടെ AD ആണ്, അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് പോയിട്ടുണ്ട്. എനിക്ക് FFKയുടെ റെസിപ്റ്റ് ഉണ്ട്. ഈ സിനിമ ആലി എന്ന് പറയുന്ന സിനിമയാണ് ഞാൻ ആദ്യമായിട്ട് കാസ്റ്റിംഗ് ഡയറക്ടർ എന്ന് പറയുന്ന ക്യാരക്ടർ ചെയ്ത്. അപ്പോൾ ഇവരെയൊക്കെ ഉൾപ്പെടെ 32 ആർട്ടിസ്റ്റുകളെ എനിക്ക് ഇവിടെ സെലക്ട് ചെയ്യാൻ പറ്റി. ഏകദേശം 90% ആർട്ടിസ്റ്റുകളെയും മലയാളികളിൽ ഇവിടെ ഉള്ളതിനെ സെലക്ട് ചെയ്യാനും അതിന്റെ ലിസ്റ്റ് കൊടുത്ത് ഒക്കെ റെഡിയാക്കി എടുക്കാൻ പറ്റി. ബാക്കി കുറച്ച് അറേബ്യൻസ് ഉണ്ട് കേട്ടോ. ഈ സിനിമ മലയാളം മാത്രമല്ല, സംസ്ഥാന തലത്തിൽ ഈ നമ്മുടെ മലയാളിയിൽ മാത്രം തമിഴ്നാട്ടിലെ 2 സംസ്ഥാനത്ത് നടക്കുന്നുണ്ട്. ലൊക്കേഷൻ 2 സ്റ്റേറ്റ് ആണ്, തമിഴ്നാടും മലയാളമായിട്ടുള്ള സ്റ്റേറ്റ് ഉണ്ട്. പ്ലസ് അറേബ്യൻ നാടുകളിൽ വളരെയധികം സീൻസ് ഉണ്ട്. അപ്പൊ അതിനകത്ത് കുറെ ആർട്ടിസ്റ്റുകളെ സെലക്ട് ചെയ്തു. അറബികളെ സെലക്ട് ചെയ്തു. അറേബ്യൻ നാട്ടിലെ മലയാളികൾ, മനസ്സിലായില്ലേ? അവിടുത്തെ അപ്പൊ അവിടെ ഉള്ള സെലക്ഷൻ നടത്തിയത് പ്രൊഡ്യൂസർ കം ഡയറക്ടർ എന്ന് പറയുന്ന കൃഷ്ണ തന്നെയാണ്, സ്ക്രിപ്റ്റ് റൈറ്റർ തന്നെ. അപ്പൊ എന്നെ സംബന്ധിച്ച് ഞാൻ സെലക്ട് ചെയ്ത അല്ലെങ്കിൽ കാസ്റ്റിംഗ് ഡയറക്ടറായിട്ട് വർക്ക് ചെയ്ത ഈ സിനിമയിൽ നമ്മൾ റെക്കമെൻഡ് ചെയ്ത് നമ്മൾ അവർക്ക് ആ ക്യാരക്ടേഴ്സ് വാങ്ങിച്ചു കൊടുത്തു. അത് എത്രത്തോളം പക്കയായിട്ട് അവർ പെർഫോം ചെയ്തിട്ടുണ്ട് എന്നുള്ളത് സിനിമ വരുമ്പോഴാണ് മൊത്തത്തിൽ നമുക്ക് കാണാൻ പറ്റുന്നത്. നിങ്ങൾ ഈ പോസ്റ്റർ ഒന്ന് നോക്കിയേ, നിങ്ങൾ ഈ സ്റ്റാൻഡി ഒന്ന് നോക്കിയാൽ ഈ സ്റ്റാൻഡി കാണുമ്പോൾ തന്നെ അതിനകത്ത് എന്ത് പറയാം, ഒരു ഫാമിലിയുണ്ട് അല്ലേ? ഒരു ഫാമിലി ഓറിയന്റഡ്. എപ്പോഴും എന്തൊക്കെ അടിച്ചുപൊളി വന്നാലും തകർപ്പൻ വന്നാലും ഫാമിലിക്ക് എപ്പോഴും ബോണ്ടേജ് അല്ലെങ്കിൽ ഫാമിലിക്ക് എപ്പോഴും ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു ഓഡിയൻസ് ആണ് നമ്മുടെ മലയാളി പ്രേക്ഷകർ എന്ന് പറയുന്നത് അല്ലെ? ഒരു അച്ഛൻ, ഒരു മോഡലായിട്ടുള്ള അച്ഛൻ, ഒരു അമ്മ, മകൾ. വലിയച്ഛൻ റോളാണ്. അപ്പൊ അച്ഛന്റെ ബ്രദർ ആയിട്ടുള്ള ക്യാരക്ടറാണ് ഞങ്ങളുടെ. അതായത് കൃഷ്ണപ്രസാദിന്റെ അച്ഛൻ അല്ലടി, ആ കൃഷ്ണപ്രസാദേട്ടന്റെ അപ്പൂപ്പൻ, പണ്ടത്തെ താടിയില്ലേ, വെള്ളത്താടി. ഞാൻ 34ാമത്തെ വയസ്സിൽ ഉണ്ടാക്കിയ താടിയാണ് ഈ താടി. വെള്ളത്താടി എന്റെ 34ാമത്തെ വയസ്സിൽ 70ന്റെ ലുക്കുള്ള താടിയായിരുന്നു. മനസ്സിലായില്ലേ? അതുകൊണ്ട് ഒരു പെണ്ണും എന്റെ അടുത്ത് വന്നില്ല. എനിക്ക് കാലഘട്ടത്തിലോട്ട് അത് പോകാൻ പറ്റുമോ? അങ്ങനെ പോകാൻ പറ്റും. ഇതിലും അങ്ങനെ താടി വെച്ച് വരത്തില്ല. ഇതിലും പെണ്ണില്ല, ഇതൊന്നുമില്ല. ഇതിലും പെണ്ണില്ല. നായികയെ കൊടുക്കാൻ
അതാണ് അതല്ലേ പ്രശ്നം. ബ്രദർ ഭാര്യയായിട്ട് അടിച്ചു പൊളിച്ച് ആഘോഷിച്ച് ഫാമിലി ആയിട്ട് പോകും, നമ്മളതൊക്കെ കണ്ട് വെള്ളം കുടിച്ചിറക്കി നടക്കുന്നു എന്നുള്ളതാണ് സത്യം. കാരണം നമുക്ക് കിട്ടുന്നില്ല. പക്ഷെ ഇതിനകത്തൊരു ട്വിസ്റ്റ് ഉണ്ട്. ഈ സിനിമയുടെ പ്രത്യേകത എന്ന് പറയുന്നത് ട്വിസ്റ്റോട് ട്വിസ്റ്റ്. നമ്മുടെ ജഗതി ചേട്ടൻ ചെയ്യുന്ന ചില സാധനങ്ങൾ സ്ക്രിപ്റ്റ് റൈറ്റർ കൃത്യമായിട്ട്, അപ്പം മാഡം തന്നെയാണ്, കൃഷ്ണ പ്രിയദർശൻ തന്നെയാണ് സംവിധായക, നിർമ്മാതാവ്, സ്ക്രിപ്റ്റ് റൈറ്റർ, ലിറിസിസ്റ്റ് അതൊക്കെ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അത് ട്വിസ്റ്റുകൾ എന്ന് പറയുന്നത് ഞെട്ടിക്കുന്നതും രസകരമായിട്ടാണ്. അപ്പോൾ ഇതൊരു ഫാമിലി ഓറിയന്റഡ് ആയിട്ടുള്ള റൊമാൻറ്റിക് കോമഡി ജോണറിൽ വരുന്നതാണ്. ഇന്ന ആൾ പറയുന്ന ആളിനല്ലേ എനിക്ക് സെലക്ട് ചെയ്ത് കൊടുക്കാൻ പറ്റത്തുള്ളൂ. എനിക്ക് ഒരാൾ വേണം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കാൻ പറ്റും. അതിപ്പോ നിഷ അടുത്ത സിനിമ നിഷ റെഡിയാക്കുമ്പോഴത്തേക്ക് നിമിഷ റെഡിയാക്കുമ്പോഴത്തേക്ക് നമുക്ക് ഒരു കൈ നോക്കാം. അപ്പൊ ഈ പറഞ്ഞ ആലി എന്ന് പറയുന്ന സിനിമയിൽ ആലിയിൽ നല്ല സ്മൂത്ത് ആയിട്ട് പോകുന്ന ഒരു അത്ഭുതം ഉണ്ട്. അതിനകത്ത് എന്താണെന്നറിയാമോ, ഈ അടുത്ത കാലങ്ങളിൽ ഒന്നും ഒരു സിനിമയിൽ 8 പാട്ടുകൾ വന്നിട്ടില്ല എന്നുള്ളതാണ്. 8 ഡിഫറെന്റ് ടൈപ്പ് പാട്ടുകൾ, അറബിക് സോങ്സ് വരെ. എന്ന് വെച്ചാൽ ബെല്ലി ഡാൻസ് നമ്മൾ പോസ്റ്ററിലൊന്നും അതൊന്നും വെച്ചിട്ടില്ല. അങ്ങനെയൊന്നും വെച്ച് അല്ല നമ്മൾ ആകർഷിക്കുന്നത്. നമ്മൾ ഫാമിലിയെ കൊടുക്കുക, അതിന്റെ ഒരു വാല്യൂസ് ഇതിനകത്ത് കൊടുക്കുക. അതിനെപ്പോഴും ഒരു കെട്ടുറപ്പുണ്ടാവും. അപ്പൊ ബെല്ലി ഡാൻസ് ഉൾപ്പെടെയുള്ള അടിപൊളി ഒരു അറേബ്യൻ പാട്ടുണ്ട്. വേറെ അറബിക് ഡെസേർട്ടിലൂടെയുള്ള വേറെ കുറച്ച് പാട്ടുകളുണ്ട്. മലയാള തനിമയുള്ള പാട്ടുകളുണ്ട്, തമിഴ് തനിമയുള്ള പാട്ടുകളുണ്ട്. അങ്ങനെ നമ്മുടെ സംവിധായിക തന്നെ പാട്ട് എഴുതിയത് 3 ഭാഷയില് സോങ് ഉണ്ട്. 8 പാട്ടുകൾ, 4 ഭാഷയില് 8 പാട്ടുകൾ. അങ്ങനെ വൈവിധ്യമായിട്ടുള്ള ഒരു തലത്തിലാണ് ഈ ആലി കൺസ്ട്രക്ട് ചെയ്തത്. 8 സോങ്സ് ഒക്കെ പറയുമ്പോൾ നമ്മൾ പണ്ടത്തെ മൂവീസിലൊക്കെ ഒരുപാട് പാട്ടുണ്ടാവും. പക്ഷെ ഇന്നത്തെ മൂവീസിൽ പാട്ട് വളരെ കുറവാണ്. വെട്ടാനും മുറിക്കാനും മാത്രമേ ഉള്ളൂ പലപ്പോഴും. അപൂർവം ചില മൂവീസിൽ ഇപ്പൊ റീസെന്റ് വന്നതിലൊക്കെ നല്ല പാട്ടും കണ്ടിട്ടുണ്ട്. അപ്പൊ 8 പാട്ടൊക്കെ ഉള്ളപ്പം നായകന് നായികയായിട്ടുള്ള സോങ്, ഫാമിലി സോങ്സ് വരാം, വേണമെങ്കിൽ ഈ കോമ്പോയിൽ ഒരു സോങ്സ് വരാം. പക്ഷെ രജിത്തേട്ടൻ ഇതില് ക്രോണിക് ബാച്ചിലർ ആണോ? ഇല്ല, ക്രോണിക് ബാച്ചിലർ ആണോ ബാച്ചിലർ ആണോ സസ്പെൻസ് ആണ് മോളെ. ഭാര്യ ഉണ്ടോ ഇല്ലയോ, അതിൽ ചാടുവോ ഇല്ലയോ, ഇതെല്ലാം രജിത്തേട്ടന് വെച്ചൊരു മൂവി എടുക്കുന്നുണ്ടെങ്കിൽ അടുത്ത് എടുക്കുവാണെങ്കിൽ ഒരു നായിക കൊടുക്കണം. ആരാ രജിത്തേട്ട നായികയായിട്ട് വേണ്ടത്? എനിക്കുള്ള നായിക ഇതുവരെ ഞാൻ കണ്ടെത്തിയിട്ടില്ല. അതാണ് സത്യം. സോ അങ്ങനെയല്ല. എന്നാൽ ഇപ്പൊ നിലവിൽ ഇൻഡസ്ട്രിയിലുള്ള ആരെങ്കിലും അങ്ങനെ നയൻതാര കിട്ടിയ കൊള്ളാം. നയൻതാര, രജിത് കുമാർ, ഒരു കാര്യം ആലോചിച്ച് നോക്കും. മഞ്ജു വാര്യരെ കിട്ടിയ, മഞ്ജു വാര്യർ ആർട്ടിസ്റ്റ് ആയിട്ട് വന്നാലും സന്തോഷം. കാരണം ഒരു ആർട്ടിസ്റ്റിനെ സംബന്ധിച്ച്, എന്നെ സംബന്ധിച്ച് ഇത് എന്റെ തൊഴിലാണ്. എനിക്ക് വേറെ വരുമാന മാർഗങ്ങളൊന്നുമില്ല. അപ്പൊ എനിക്ക് പണ്ട് 54 സർട്ടിഫിക്കറ്റ് ഉണ്ട് കോളേജുകളിൽ പഠിക്കുമ്പം. ഡ്രാമ, നാടകം, മൈം, മോണൊക്കെ. പിന്നെ ജീവിത പ്രാരാബ്ദങ്ങളിലൂടെ നമ്മൾ പല വഴിയിലൂടെ സഞ്ചരിച്ചെങ്കിലും ബിഗ് ബോസ് എന്ന് പറയുന്ന ഷോയിലൂടെ ലാലേട്ടന്റെ സഹായത്തോടെ നമ്മൾ വീണ്ടും പഴയ കഴിവുകളെല്ലാം പൊടി തട്ടിയെടുത്തു. അപ്പോൾ ഈ പോകുന്ന വഴിയിൽ, വരാൻ പോകുന്ന സിനിമയിൽ എനിക്കൊരു നല്ല മീൻസ് മുൻനിര നടിമാരുടെ ആരുടെയെങ്കിലും ഒരു കോംബോ, ഒരു പെയറായിട്ട് ചെയ്യണമെന്നൊരു ആഗ്രഹം സ്വാഭാവിക ആർട്ടിസ്റ്റ് എന്നുള്ളത് തീർച്ചയായിട്ടും ഉണ്ടാകും. അതെ, അപ്പൊ അത് ആഗ്രഹം അതിനകത്തുണ്ട്. നടക്കുമെങ്കിൽ നടക്കട്ടെ, നിർബന്ധമൊന്നുമില്ല. പക്ഷെ ഏറ്റവും ബെസ്റ്റ് എന്ന് പറയുമ്പം എപ്പോഴും മഞ്ജുവിനോടൊപ്പം അഭിനയിക്കുക, മഞ്ജു വാര്യരോടൊപ്പം ഒരു നല്ലൊരു വേഷം ചെയ്യുക, തകർക്കാൻ പറ്റുക, മീൻസ് തകർപ്പൻ വേഷം ചെയ്യുക എന്നൊക്കെ ഒരു ആഗ്രഹം നമ്മുടെ മനസ്സിൽ കൊണ്ടു കിടക്കുന്നു എന്നുള്ളത്. എന്ന് നടക്കും എന്നൊന്നും എനിക്കറിയില്ല. പക്ഷെ ഒരു കാര്യം, എനിക്കൊരു നായിക വന്നാൽ അല്ലെങ്കിൽ എനിക്കൊരു റൊമാൻറ്റിക് സാധനം വന്നു കഴിഞ്ഞാൽ അത് വ്യത്യസ്തമായിരിക്കും. അതിന് സംശയമൊന്നുമില്ല. അത് വേറെ റേഞ്ചിൽ ഞാൻ കൊണ്ടുപോകും. ഞാനത് വേറെ രീതിയിൽ പ്രൊമോട്ട് ചെയ്യും. പക്ഷെ ഉറപ്പായിട്ടും എനിക്കൊരു പെയർ കിട്ടിക്കഴിഞ്ഞാൽ അത് വേറെ ലെവലിലേക്ക് കൊണ്ടുപോകും എന്നുള്ളതിന് യാതൊരു സംശയമില്ല. കാരണം അത്രത്തോളം സംഗതികൾ നമ്മുടെ ഉള്ളിൽ കൊണ്ട് നടക്കുകയാണ്. റൊമാൻസ് മാത്രമല്ല, ഈ പറയുന്ന സാധനങ്ങൾ വേഷം കിട്ടുമ്പോൾ നമ്മൾ കൊടുക്കണ്ടേ. ഈ കൊടുക്കേണ്ട പല സാധനങ്ങളും എല്ലാ ആർട്ടിസ്റ്റുകളുടെയും ഉള്ളിലുണ്ടാവും. അപ്പൊ നമ്മുടെ ഉള്ളിലും ഒരുപാട്, ഇപ്പം മറ്റ് പല ആർട്ടിസ്റ്റുകൾ എടുത്താൽ ഒരുപാട് ജനം കണ്ടു കഴിഞ്ഞു. ജനങ്ങൾ കുറെ പേര് എപ്പോഴും പുതുമയും കൂടെ ആഗ്രഹിക്കുന്നുണ്ട്. പുതിയത് കാണണം, പുതിയത് എങ്ങനെയാണ്, ഇയാളാണെങ്കിൽ എങ്ങനെയിരിക്കും, അയാളെങ്ങനെ. അപ്പൊ ഡയറക്ടർമാർ അതിനെ പരിശോധിക്കാൻ തയ്യാറായതിന്റെ ഫലമാണ് ഇപ്പം കൃഷ്ണ എന്ന് പറയുന്ന ഡയറക്ടർ ആ ഒരു ക്യാരക്ടർ എന്നിലേക്ക് തരികയും അത് ആദ്യം പറയുകയേ ചെയ്തു. ജഗതി ചേട്ടന്റെ വേറൊരു ലെവലിലുള്ള, ജഗതി ചേട്ടനല്ല, അതിന്റെ വേറൊരു ലെവലിലുള്ള ഒരു കോമഡിയൊക്കെ മിക്സ് ചെയ്ത് പോകുന്ന, എന്നാൽ ഒരു വേറെ കുറെ ഒരു വെറൈറ്റി ഉള്ള സാധനം, പല രീതിയിലുള്ള മാനറിസം അതെല്ലാം കണ്ടു. അവർ ഹാപ്പിയാണ്. ഡബ് ചെയ്തപ്പോൾ ഞാനും ഹാപ്പിയാണ്. ഞാൻ വളരെ ഹാപ്പിയാണ്. അതുകൊണ്ട് ത്രില്ലടിച്ചാണ് ഇതിനകത്തിരിക്കുന്നത്. ചേട്ടാ എങ്ങനെയുണ്ടായിരുന്നു നമ്മുടെ രജിത്തേട്ടനായിട്ടുള്ള ഒരു സാധാരണ പെൺകുട്ടിയോട് നമ്മൾ ചോദിക്കാം കെമിസ്ട്രി നിങ്ങളുടെ ഒരു സൗഹൃദം? അല്ല, നമ്മള് ഒരു ഫാമിലി ആയിട്ടായിരുന്നു. ഞങ്ങൾ കന്യാകുമാരിയിലാണ് ഷൂട്ട് ചെയ്തത്. ഞങ്ങൾക്ക് ഒരു ഫാമിലി അറ്റ്മോസ്ഫിയർ ആയിരുന്നു അവിടെ മുഴുവൻ. അപ്പോൾ ആ ഒരു ഇതിൽ ഞങ്ങളെല്ലാം ഒരു കുടുംബം പോലെ തന്നെയാണ് അവിടെ ഷൂട്ട് ചെയ്തതും. അവിടെ ഈ പറഞ്ഞ പോലെ സഹോദരനായിട്ടും പിന്നെ അമ്മയായിട്ടുള്ള ആക്ട്രസ് ഉണ്ട് ലിലി ചേച്ചി, ഇവർ അമ്മയായിട്ടും ഒക്കെയാണ് ഞങ്ങൾ കണ്ടിരുന്നത്. കാരണം അത്ര ഒരു അടുപ്പം
ആ ഒരു സെറ്റിലുണ്ടായിരുന്നു. ഇല്ല, ചോദിച്ചൊരു കാര്യമുണ്ട്. സാറ് പറഞ്ഞു ഇപ്പം പോകാൻ നേരത്ത് സാർ എന്നോട്, അപ്പം ശരിക്കും പറഞ്ഞാൽ ഞങ്ങളൊന്നും വലിയ കോമ്പോ ഒന്നും ആയിരുന്നില്ല. നമ്മൾ സാർ അഭിനയിക്കുന്നു, ഞാൻ ഡയറക്റ്റ് ചെയ്യുന്നു, ഇതൊക്കെ പോകുന്നു. പക്ഷെ പോകാൻ നേരത്ത് സാർ എന്നോടൊരു ഇത് വന്നിട്ട് പറഞ്ഞു, എന്തൊക്കെയായാലും എനിക്ക് ഇത് പറഞ്ഞിട്ട് പോകണം കൃഷ്ണ, ഞങ്ങൾ ശരിക്കും പറഞ്ഞാൽ എല്ലാവരും ഇതൊരു ഫാമിലി ആയിട്ട് എൻജോയ് ചെയ്തു. നല്ലൊരു ഒരു 6-7 ദിവസം ഉണ്ടായിരുന്നു സാറ് കൂടെ. അപ്പൊ സാർ അത് എൻജോയ് ചെയ്തു. സത്യം എനിക്കൊന്നും എൻജോയ് ചെയ്യാൻ സമയമില്ല, നമുക്ക് അത് കാണാൻ പോലും പറ്റിയിട്ടില്ല. നമ്മള് സ്ക്രീൻ ഫുൾ നോക്കുന്നത് ഇതാണല്ലോ, മോണിറ്ററിൽ ചെക്ക് ചെയ്താണ് ഇവരെ നമ്മൾ കാണുന്നത് മൊത്തം. അപ്പൊ ശരിക്കും ഒരു അറ്റാച്ച്മെന്റ് അവിടെ നിന്ന് എനിക്ക് തോന്നുന്നത്. ഇപ്പോഴെന്റെ ഞാനത് കേട്ടത്, പ്രത്യേകിച്ച് ആ വീട് അത് വിട്ടിട്ട് പോവാൻ ഭയങ്കര ബ്യൂട്ടിഫുൾ ഹൗസ്, കാണാൻ പൈസ കൊടുക്കണം. കന്യാകുമാരി ഞങ്ങൾ ഷൂട്ട് ചെയ്ത ലൊക്കേഷൻ വീടുണ്ടല്ലോ, ഭയങ്കര വീടിന്റെ വിഷ്വൽസ് കാണുക എന്ന് പറയുന്നത് തന്നെ ഒരു ബ്യൂട്ടിയാണ്. അത്രയും ഗംഭീരമായിട്ടുള്ള ഒരു തറവാട് വീട്ടിലാണ്. അത്രയും പഴക്കമുള്ള, എന്നാൽ അവിടെയുള്ള ആന്റിക്സ് എല്ലാം അത്രയും ഒരുപാട് ബ്യൂട്ടിഫുൾ. അതെ, നമ്മുടെ ഫിലിമിൽ ഫുൾ ആയിട്ടും കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഒരു വീടുണ്ടോ എന്ന് സംശയിക്കും. പഴയ വസ്തുക്കളൊക്കെ എന്തെങ്കിലും കൊണ്ടുവന്നായിരുന്നു? പഴയ വസ്തുക്കൾ നമ്മൾ പറയില്ല, ആന്റിക് പിടിച്ചു വെക്കും, അതിനൊക്കെ വിലയുണ്ട്. ഞങ്ങളുടെ അതെ ഞങ്ങളുടെ ഒരു എന്താ പറയുക, ഇതൊരു തമിഴിലും ഈ പടം ഇറങ്ങുന്നുണ്ട്, മലയാളത്തിലും ഇറങ്ങുന്നുണ്ട്. അങ്ങനെ ഒരേ ഡേറ്റിൽ 2 ലാംഗ്വേജിൽ ഇറങ്ങുന്ന പടമാണ് ഈ ആലി. അപ്പം ഈ പറഞ്ഞ പോലെ ഇതിൻ്റെ എന്താ പറയുക, സ്റ്റോറിയിലും ആ ഒരു ലൈനപ്പ് ഉണ്ട്. അപ്പം അതുകൊണ്ട് ഇതിനകത്ത് ആർക്കും തമിഴിലുള്ളവർക്കും ഒരു അയ്യോ തമിഴല്ലെന്ന് തോന്നത്തില്ല, മലയാളികൾക്കും തോന്നത്തില്ല മലയാളമല്ലെന്ന്. അപ്പം അതിൽ 2ലും ഇറങ്ങാൻ പറ്റിയ ഒരു മൂവിയാണ്. അങ്ങനെയാണ് ഞങ്ങൾ ഇറക്കുന്നത്. 14-ാം തീയതി ഈ ഓണക്കാലത്ത് വലിയ പടങ്ങളോടൊപ്പം ഞങ്ങളുടെ ഈ ചെറിയ പടം സ്വീകാര്യമാവും എന്നുള്ള വിശ്വാസത്തിലാണ് ഞാൻ. അപ്പോൾ അതിനകത്ത് ഈ പറഞ്ഞ നായികയുടെ ഒരു പ്രോബ്ലംസാണ് ഞങ്ങളുടെ എല്ലാവരെയും, വീടിനെയും വീട്ടുകാരെന്ന് പറയുമ്പോൾ അത് നാട്ടുകാരെയും ഒക്കെ ബാധിക്കുന്ന കാര്യങ്ങളല്ലേ. അപ്പോൾ തീർച്ചയായും അങ്ങനെയുള്ള ഒരു ഇഷ്യൂസാണ് അതിൻ്റെ കാര്യങ്ങൾ. ട്വിസ്റ്റുകളെന്ന് പറഞ്ഞല്ലോ, ആ ട്വിസ്റ്റുകളാണ് ഈ പടത്തിൻ്റെ ഹൈലൈറ്റ്. നിങ്ങൾ ചിരിക്കാൻ വെറും ചിരിയൊന്നുമല്ല, നിങ്ങൾ പൊട്ടി ചിരിയും, ഫീലിങ്സ് ഉണ്ട്. ഒരു ഫീൽ ചെയ്യുന്ന ഒരു ഫാദർ, കാര്യം മകളോടുള്ള ഒരു അറ്റാച്ച്മെന്റ് ഭയങ്കരമായിട്ട്. അപ്പോൾ അതുപോലെ തന്നെ അമ്മയും മകളെ കുറിച്ചുള്ള അവരുടെ ചിന്തകളും കാര്യങ്ങളും എൻജോയ് ചെയ്യാനും ഉണ്ട്. പറഞ്ഞാലും സാധനം ബ്രേക്ക് ആവും ആ ലെവലിൽ, ഓരോ സ്ഥലത്തും സസ്പെൻസ് ആണ്. ഈ അച്ഛനായിട്ടാണല്ലോ ഇതില്. അപ്പൊ യഥാർത്ഥ ജീവിതത്തിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ നമ്മള് മക്കളൊക്കെ ആയിട്ട് അഭിനയിക്കുന്ന സമയത്ത് അതിൽ ഏതെങ്കിലും ഒരു സ്റ്റോറി ലൈൻ വരുമ്പം റിയൽ ലൈഫായിട്ടൊക്കെ റിലേറ്റ് ചെയ്യും? ഇല്ല. നമ്മുടെ ജീവിതം വേറെ, അഭിനയം വേറെ, രണ്ടും രണ്ടല്ലേ. ഇതിൽ ഇമോഷൻസ് ഒക്കെ കൊണ്ടുവരാൻ എന്തോ ആയിക്കോട്ടെ അല്ല, അങ്ങനെ നമ്മൾ എൻ്റെ ഇതിൽ പേഴ്സണലി ഞാൻ അങ്ങനെ ഒരു ഫീൽ ഉണ്ടാവാറില്ല. കാരണം ഇല്ല, അഭിനയിക്കുമ്പോൾ നമ്മൾ ആ കഥാപാത്രമാണ്. ഒരിക്കലും ആ കഥാപാത്രം നമ്മുടെ റിയൽ ലൈഫുമായിട്ട് ഒരിക്കലും എന്തെങ്കിലും ബന്ധമുണ്ടെങ്കിൽ പോലും അത് അങ്ങനെ തോന്നാറില്ല. അതെ, ഒരുപാട് കാലമായിട്ട് ഇൻഡസ്ട്രിയിലുള്ള ആക്ടറാണ്. അപ്പോൾ ഓരോരുത്തരും ആക്ടിങ്ങിനെ കാണുന്ന ഡിഫറെന്റ് ആണ്. ചില ഇമോഷൻസ് കൊണ്ടുവരാൻ ഞാൻ പല ആർട്ടിസ്റ്റും പറയാൻ കേട്ടിട്ടുണ്ട്, ഞാൻ ഇന്ന കാര്യം ആലോചിച്ചിട്ടാണ് അല്ലെങ്കിൽ ഇത് ഓർത്തിട്ടാണ് വരുന്നത്. അപ്പൊ ഇത്രയും സീനിയർ ആക്ടർ എന്നുള്ള രീതിയിൽ ഒരു ഇമോഷൻ കൊണ്ടുവരാൻ എന്താണ് പിന്നെ അവിടെ നമുക്ക് തരുന്ന ഇവരെഴുതി വെച്ചിരിക്കുന്ന ഒരു സീനുണ്ടല്ലോ, ആ സീൻ വായിച്ച് നമ്മുടെ ഒരു കഥാപാത്രവും ഇത് നമുക്ക് അറിഞ്ഞിട്ടാണല്ലോ നമ്മൾ അതിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം അതിൻ്റെ സിറ്റുവേഷൻസ് നമുക്ക് ഉറപ്പായിട്ട് ഏത് സിറ്റുവേഷൻ വന്നാലും, അത് സന്തോഷമായാലും സങ്കടമായാലും ദേഷ്യമായാലും, നമുക്കത് ചെയ്യുക എന്ന് പറയുന്ന ഒരു നടനെ സംബന്ധിച്ചോളം, ഒരു നടിയെ സംബന്ധിച്ചോളം അതിനകത്ത് വേറെ വലിയ കാര്യങ്ങളൊന്നും ചിന്തിക്കണമെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. എന്നെ ചേച്ചി ചേട്ടനാണ് എൻ്റെ ഫോട്ടോസ് ചോദിച്ചത്, അയച്ചു കൊടുത്തു. അപ്പോൾ ഒരു തമിഴ് ലുക്കുള്ള ഒരു ഇത് വേണമെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, അപ്പോൾ അത് അയച്ചു കൊടുത്തു. അങ്ങനെ എന്നെ സെലക്ട് ചെയ്തു എന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഈ ഫിലിമിലേക്ക് വന്നത്. അപ്പോൾ എന്താ ഇപ്പം ഇനി ഭാവിയിൽ ഏത് കഥാപാത്രം ചെയ്യണമെന്നാണ്, യങ് ആയിട്ട് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടോ? ഇപ്പൊ കൂടുതൽ അമ്മ വേഷങ്ങളും കുറച്ച് സീനിയർ ആയിട്ടുള്ള കഥാപാത്രങ്ങൾ, ഇനി ഏത് വേഷങ്ങൾ വേണമെന്നാണ് ആഗ്രഹം? അങ്ങനെയില്ല, പ്രേക്ഷകരുടെ മനസ്സിൽ തങ്ങി നിൽക്കുന്ന ഏത് വേഷമായാലും, അത് ചെറുപ്പമായാലും പ്രായമുള്ളതായാലും എങ്ങനെയായാലും കുഴപ്പമില്ല. ഞാനൊരു ASP ആയിട്ടൊരു പടം ചെയ്തിട്ടുണ്ട്, അത് റിലീസാവാനിരിക്കണം. പിന്നെ ഡോക്ടറായിട്ട് ചെയ്തിട്ടുണ്ട്. അതിന് വെറൈറ്റി ആയിട്ട് ചെയ്തു വരുന്നുണ്ട്. അധികം അമ്മ കഥാപാത്രങ്ങൾ തന്നെ ചെയ്തേക്കുന്നത്. പക്ഷെ ഞാൻ അതിൽ ഹാപ്പിയാണ്. എല്ലാം വെറൈറ്റി അമ്മകളാണ്. കൈലാഷ് ചേട്ടന്റെ ക്യാരക്ടർ ചെയ്യാൻ പറ്റുന്ന ക്യാരക്ടറാണോ? അല്ല, കൈലാഷ് ചേട്ടൻ ഇതില് നായികയുടെ കൂടെയാണ്.
പക്ഷെ കൈലാഷേട്ടൻ ഇതിനകത്ത് എന്തൊക്കെ ചെയ്ത് കൂട്ടും എന്നുള്ളത് ഇപ്പൊ പറയാൻ പറ്റും. അതാണ് സർപ്രൈസ്. അതെടുത്ത് ചോദിച്ചുകൊണ്ട് പറയണം. ഇതിലെ 3 നായികമാരും 1 നായികയും. കൈലാഷേട്ടൻ ഇതിനകത്ത് അതെ, ഒരു നായിക. കൈലാഷേട്ടൻ ഇതിനകത്തൊരു ബാക്കിയൊക്കെ ഫാമിലി മെമ്പേഴ്സാ. മനഃപൂർവ്വം പറയാതെ, കാരണം ചോദിച്ചുകൊണ്ട് പറയണേ, കൈലാഷേട്ടൻ ഇതിനകത്തൊരു 1.5 മുതലാണ്. അപ്പൊ അത് എന്തൊക്കെ മുതലാണ് കാണിച്ചിരിക്കുന്നത് എന്നുള്ളത് നമ്മൾ എങ്ങനെ പറഞ്ഞാലും അതിന്റെ ഒരു സർപ്രൈസ് അല്ലെങ്കിൽ സസ്പെൻസ്. കൈലാഷേട്ടൻ എന്ന് പറയുമ്പോൾ നമുക്ക് എപ്പോഴും നീലത്താമരയിൽ പറ്റിച്ചിട്ട് സാഹചര്യം കൊണ്ടാണെങ്കിൽ പോലും മുങ്ങിക്കളഞ്ഞ വ്യക്തിയാണ്. ഇതിൽ മുങ്ങലാണോ ഇത് മുങ്ങലും പൊങ്ങലും ഒക്കെ ഉണ്ട്. ട്രെയിലർ വരുമ്പോ മനസ്സിലാവും. ട്രെയിലർ വരാത്തോണ്ട് കൂടുതൽ മനസ്സിലായിട്ടില്ല. അതെ. ഇനി ഫൈനലി ലജിയോട് ചോദിക്കുകയാണെങ്കിൽ, ഇന്നും ദിലീപേട്ടന്റെ പേരായിട്ട് ആ വിളിച്ച സമയത്ത് ഒരു വല്ലാത്തൊരു എക്സൈറ്റ്മെന്റ് ആയിരിക്കുമല്ലോ. സ്റ്റോറി കേട്ടപ്പം എന്ത് തോന്നി? ഞാൻ ഓഡീഷനിൽ കൂടെയാണ് പ്രിൻസ് ആൻഡ് ഫാമിലിയിലേക്ക് വരുന്നത്. ബിനോയ് നമ്പാലയാണ് കാസ്റ്റിംഗ് ഡയറക്ടറാണ് എന്നെ വിളിച്ച് എന്നെ കൊണ്ട് ആ ഭാഗങ്ങൾ, ആ സിനിമയിലുള്ള എല്ലാ ഭാഗങ്ങളും എന്നെ കൊണ്ട് ചെയ്യിച്ചു നോക്കി. പക്ഷെ ചെയ്തപ്പോൾ എനിക്ക് അറിയില്ലായിരുന്നു ദിലീപേട്ടനാണ് പ്രിൻസായിട്ട് വരണമെന്നുള്ളത് അറിയില്ലായിരുന്നു. അത് കഴിഞ്ഞ് ദിലീപേട്ടനാണ് പ്രിൻസ് എന്ന് അറിഞ്ഞത് വലിയൊരു എക്സൈറ്റ്മെന്റ്. എന്താ വെച്ചാൽ നമ്മൾ ചെറുപ്പകാലം തൊട്ട് ഒരുപാട് നമ്മളെ ചിരിപ്പിച്ചിട്ടുള്ള ഒരാളുടെ കൂടെ അഭിനയിക്കാൻ പോകണമെന്ന് പറയുമ്പോൾ സന്തോഷമുണ്ട്. അതോടൊപ്പം തന്നെ നമുക്കൊരു അറിയാലോ, എല്ലാം കോമഡി. ഇപ്പൊ ജോണി ആന്റണി ചേട്ടനായാലും മഞ്ജുപിള്ളി ആയാലും എല്ലാവരും കോമഡി നന്നായി ചെയ്യണവരാ. അവരുടെ കൂടെയുള്ള ഒരു കോമ്പോയിലാണ് ചെയ്യണമെന്നുള്ളൊരു എക്സൈറ്റ്മെന്റ് ഉണ്ട്. അതോടൊപ്പം തന്നെ നമ്മളുടെ എന്തെങ്കിലും ഒരു പാളി പോയിട്ടുണ്ടെന്ന് വെച്ചാൽ ആ സീന്, മീൻസ് ആ കോഫി ടേബിളിന്റെ സീൻ അത്ര ഇമ്പോർട്ടൻ്റ്, അതേ പാളിപ്പോവും. അപ്പോൾ അത്രയും ഒരു സന്തോഷത്തിൽ തന്നെ ചെയ്തത്. നമ്മളിപ്പോൾ ഓഡീഷൻ ചെയ്തോണ്ട് അത്ര പേടിയുണ്ടായില്ല. പിന്നെ ക്രൂ, ഡയറക്ടറും സ്ക്രിപ്റ്റ് റൈറ്ററും എല്ലാവരും നല്ല ഫ്രീ ആയിരുന്നു, നല്ല ഒരു കോംബോ ആയിരുന്നു എല്ലാവരായിട്ടും. ദിലീപേട്ടൻ അതെ നമ്മളെ കംഫർട്ടബിൾ ആക്കിയിട്ടാണ് ആ ഒരു ഷൂട്ട് സ്റ്റാർട്ട് ചെയ്തത്. അതൊന്നും ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിരുന്നില്ല. ജസീമമ്മ നമ്മുടെ മനസ്സിലൊക്കെ തങ്ങി നിൽക്കുന്നത് പോലെ ആലിയിലെ കഥാപാത്രവും നമ്മുടെ മനസ്സിൽ എന്തായാലും തങ്ങി നിൽക്കുന്ന കഥാപാത്രം ആവട്ടെ. ഇതിനകത്ത് അഡീഷണൽ ഒന്ന് ഞാൻ ചേർക്കും കേട്ടോ. കാരണം അത് എല്ലാ പെൺകുട്ടികൾക്കും എല്ലാ സ്ത്രീകൾക്കും ഒരു മാതൃകയാകാൻ വേണ്ടി പറയുന്നു എന്നുള്ളതേ ഉള്ളൂ. കൃഷ്ണ പ്രിയദർശൻ എന്ന് പറയുന്ന ഡയറക്ടർ, അദ്ദേഹം അവരുടെ ആദ്യ പടം ശ്രീലങ്കൻ സുന്ദരി ഇൻ അബുദാബി എന്ന് പറയുന്ന അനൂപ് മേനോൻ ചേട്ടൻ ചെയ്ത പടം, ആ പടം ചെയ്ത് അതിനകത്ത് ഞാനൊരു ശ്രദ്ധേയമായ വേഷം ചെയ്തിട്ടുണ്ടായിരുന്നു. അദ്ദേഹം എന്നോട് പറഞ്ഞ വാക്ക് പാലിച്ചിട്ടാണ്. ഈ ആളൊന്നുമല്ല, മൾട്ടി ടാലന്റാണ്. 10-30ഓളം ഷോർട്ട് ഫിലിമുകളും മ്യൂസിക് ആൽബങ്ങളും ഒത്തിരി ചെയ്ത് ഞാൻ 3 അവാർഡുകൾ പല ബിഗ് ബോസ് കഴിഞ്ഞ് വന്നപ്പോഴത്തേക്ക് അവാർഡ് കൊടുത്ത് അന്ന് ഞാൻ ചോദിച്ചിരുന്നു എപ്പോഴെങ്കിലും സിനിമ എടുക്കുമ്പോൾ എനിക്ക് ഒരെണ്ണം സിനിമ വേഷം തരുമോ എന്ന് ചോദിച്ചു. അപ്പം അങ്ങനെയായിരുന്നു ശ്രീലങ്കൻ സുന്ദരി എന്ന് പറയുന്ന അബുദാബി ആ പടം എടുത്തപ്പം എനിക്കൊരു വേഷം തന്നു. ഇവിടെ ഞാൻ പറയാമെന്ന കാര്യം, ആ ശ്രീലങ്കൻ സുന്ദരിയൻ അബുദാബി എന്ന് പറയുന്ന സിനിമ ഇദ്ദേഹം എടുത്തിട്ട് ഇദ്ദേഹത്തിന്റെ കൈ പൊള്ളിയെന്ന് മാത്രമല്ല, ഏകദേശം സ്വാഭാവികമായിട്ട് നിമിഷം കണ്ട് ചോദിക്കുകയാണ്, ഒരു സിനിമ ഡയറക്റ്റ് ചെയ്തു അല്ലെങ്കിൽ പ്രൊഡ്യൂസ് ചെയ്തു എല്ലാം ചെയ്തു, അത് പല കാരണങ്ങളാൽ കൊണ്ട് പല രീതിയിൽ അതിനെ തകർത്ത് കൈ തന്നാൽ പിന്നെ അടുത്തൊരു പടമായിട്ട് വരാൻ ധൈര്യപ്പെടുമോ? അത്ര പെട്ടെന്ന് ഇല്ല. അവിടെയാണ് വിട്ടുകൊടുക്കാൻ മനസ്സില്ലാതെ നമ്മൾ പ്രവർത്തിച്ചു കൊണ്ടിരുന്നാൽ, അതാണ് ഞാൻ പറയാമെന്നൊരു പോയിന്റ്. മനസ്സിലായി? പലപ്പോഴും തളർന്നു പോകും. ഒരു ലേഡിയെ സംബന്ധിച്ച്, ഒരു സ്ത്രീയെ സംബന്ധിച്ച് കൈ പൊള്ളി കഴിയുമ്പോൾ സ്വാഭാവികമായിട്ട് ഇട്ടിട്ട് പോയി വേണ്ട ഈ കുരിശ് എന്തിനു വേണ്ടി. സാറ് ഒരു മിനിറ്റ് ഒന്ന് ബ്രേക്ക്. സാറ് പറയുമ്പം ആ ഒരു സിനിമ കൊണ്ട് എനിക്കെന്ത് നേടി എന്നുള്ളത് ഞാൻ പറയണം. കാരണം എനിക്ക് കിട്ടിയത് ഏറ്റവും വലിയൊരു സംഭവമാണ് അത്. ഇപ്പൊ കേരളത്തിൽ ആരും നമ്മളെ അനുമോദിച്ചില്ലെങ്കിലും പക്ഷെ എന്നെ അബുദാബി ഗവൺമെന്റ് എനിക്ക് ഗോൾഡൻ വിസ തന്ന് എന്നെ അനുമോദിച്ചു. അതിനേക്കാൾ കൂടുതലൊന്നും വേണ്ടല്ലോ. കാര്യം അതെന്റെ ഫാമിലിയിലെ എല്ലാവർക്കും ഇനി തുടർച്ചയായിട്ട് കിട്ടുന്ന ഒരു സംഭവമാണ്. 10 കൊല്ലത്തേക്ക് എനിക്ക് ഗോൾഡൻ വിസയാണ്. പിന്നെ ഈ പറയുന്ന എല്ലാവരും ചെയ്യുന്ന പോലെ പേയ്മെന്റ് ഒന്നും കൊടുത്തിട്ടൊന്നുമില്ല. എന്റെ നോർമൽ ഇൻഷുറൻസിന്റെ പേയ്മെന്റും വിസ പേയ്മെന്റും മാത്രം ആണ് ഞാൻ GCC അവിടെയുള്ള ഭരണാധികാരികൾക്ക് വിശാല മനസ്സുള്ളത് കൊണ്ട് അവർ പ്രോത്സാഹിപ്പിച്ചു. പക്ഷെ നമ്മളിൽ മലയാളികളിൽ കുറച്ചു പേർക്കുള്ള അസഹിഷ്ണുതയാണ് ഞാൻ പറഞ്ഞു വന്നത്. അപ്പൊ സ്വാഭാവികമായിട്ട് അടുത്ത പടമായിട്ട് വരാൻ ധൈര്യപ്പെടില്ല. അപ്പോഴും മലയാളികൾക്ക് വേണ്ടി ഒരു സിനിമയായിട്ട് വരികയും ആ സിനിമ നമ്മുടെ തിയേറ്ററുകളിൽ ഓണത്തിന് റിലീസ് ചെയ്യിപ്പിക്കുകയും ചെയ്യാന്ന് പറഞ്ഞാൽ ഈ പടം ഗംഭീരമായി വിജയിപ്പിച്ചു കൊടുക്കുക എന്നുള്ളത് നമ്മുടെ ഒരു ഉത്തരവാദിത്വമല്ലേ. ഇനി മലയാളികൾ നമ്മളോടൊപ്പം. കാരണം അതാണ് ഞാൻ പറഞ്ഞത്. അതുകൊണ്ട് ആലി, കൃഷ്ണ പ്രിയദർശന്റെ ആലി എന്ന് പറയുന്ന സിനിമയ്ക്ക് ഡബിൾ ഇമ്പാക്ട് അല്ല, ഡബിൾ പ്രാധാന്യമുണ്ട്. മനസ്സിലായോ? ഞാൻ ഈ പൊട്ടിയ പടങ്ങൾ അല്ലെങ്കിൽ പൊട്ടിച്ച പടങ്ങൾ കുറെ ആൾക്കാരെയൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. പലരും കരഞ്ഞും ആകെ വിഷമിച്ചും തകർന്ന് ഗംഭീര പടങ്ങളാണ്. പക്ഷെ പല സാഹചര്യങ്ങൾ കൊണ്ട് സംഭവം പോയി. പക്ഷെ ഇങ്ങനെ തിരിച്ചു വരാനുള്ളൊരു മനസ്സാന്നിധ്യം കാണിച്ചതിനെ തീർച്ചയായിട്ടും അപ്രീഷിയേറ്റ് ചെയ്തേ പറ്റുള്ളൂ. അതുകൊണ്ട് തീർച്ചയായിട്ടും ആലി എന്ന് പറയുന്ന സിനിമ കാണണം.
കണ്ടിട്ട് ഈ ഡയറക്ടറിന്റെ റൈറ്ററിന്റെ കഴിവ് എത്രയുണ്ടെന്ന് പറഞ്ഞ് പ്രോത്സാഹിപ്പിക്കണം. നമുക്ക് അവാർഡ് കൊടുത്തൊന്നും അംഗീകരിച്ചില്ലെങ്കിലും രണ്ട് കൈ നീട്ടി കൃഷ്ണ സ്വീകരിക്കാൻ, ഈ സിനിമയെ സ്വീകരിക്കാൻ ഒരു മനസ്സ് മലയാളികൾ കാണിക്കണമെന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. അപ്പോൾ പ്രേക്ഷകരോട് ചേച്ചി എന്താണ് പറയാനുള്ളത്? ഈ സിനിമ ഒരു കുടുംബ സിനിമയാണ്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ടീനേജേഴ്സിനും ജെൻസിക്കും ഒക്കെ വന്ന് കണ്ട് ആസ്വദിക്കാൻ പറ്റുന്ന പാട്ടുകളും എല്ലാം ഉള്ള നല്ലൊരു സിനിമയാണ്. ഒരു ഓണസദ്യയാണ്. അപ്പം ഈ ഓണസദ്യ കഴിച്ചിട്ട് ബാക്കി എല്ലാ സദ്യക്ക് പോകുന്നു ഞാൻ പറയുന്നത്. അതുകൊണ്ട് ആലി സിനിമ, ആലി എന്നുള്ള മീനിങ് ഒന്നും ചോദിച്ചില്ല എന്നോട്, ഞാനതുകൊണ്ട് പറയുന്നുമില്ല. അപ്പം അതുകൊണ്ട് സിനിമ കണ്ടിട്ട് ചോദിച്ചാൽ മതി. കണ്ടിട്ട് ആലി എന്ന് വിചാരിച്ചിരിക്കുന്നത് നായികയുടെ പേരായിട്ടാണ്. ആലി എന്ന് പറഞ്ഞ മീനിങ് ഉണ്ട്. ആലിപ്പഴം കേട്ടിട്ടില്ലേ? ആലിപ്പഴം, ആലിപ്പഴം എന്താ? മഴ പെയ്യുമ്പോ എന്താ സംഭവം? ഹെയിൽ സ്റ്റോംസ്. മഞ്ഞ് മഴ, അതാണ് ആലി എന്ന് പറയുന്നത്. അപ്പം തമിഴിലും ആലിമഴ എന്നാണ് പറയുന്നത്. അപ്പൊ അതാണ് ആലി. നായികയുടെ പേരും ആലി എന്ന് തന്നെയാണ്. മഞ്ഞുരുകുന്ന പോലെ ഒരുക്കുന്ന ഒരു നായികയാണെന്ന് മനസ്സിലായി. മഞ്ഞ് പെയ്യുന്നവല്ല, മഞ്ഞുരുകുന്നത് ചൂടുണ്ട്. ഇത് മഞ്ഞ് പെയ്യ ചെയ്യ ആലിപ്പഴം. പക്ഷെ പിന്നെ ഒരെണ്ണം കൂടെ ഉണ്ട്. ആലിപ്പഴം പഴുക്കുമ്പോഴത്തേക്ക് കാക്കയ്ക്ക് വായ്പുണ്ടെന്ന് പറഞ്ഞ വായ്പുണ്ണുമായിട്ട് കോടി കിടക്കുന്നത് കാണാം. എന്തായാലും ഞങ്ങളുടെ കണ്ടാസ്വദിക്കുക. അതെ, സിനിമ ഈ പ്രാവശ്യത്തെ ഈ ഓണത്തിന് ഞങ്ങളുടെ എല്ലാവരുടെയും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. എന്തായാലും ഫിലിം വലിയൊരു വിജയമാവട്ടെ. എല്ലാവരും തിയേറ്ററിൽ പോയി തന്നെ കാണാം, വിജയിപ്പിക്കുക. താങ്ക് യു.